ഓം ശ്രീ സൈറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗചയജ്ഞത്തിന്റെ 374 ഭാഗത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീതയാണ്. നമുക്ക് വേണ്ടി പറയാൻ പോകുന്നത് ഹിന്ദു പ്രവീൺ എറണാകുളം. വന്നിട്ടുണ്ടല്ലോ അല്ലേ സൈറാം? ഹിന്ദു 3 ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞ ശേഷം ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം, ആരാണ്, എവിടുന്നാണ് എന്നൊക്കെ. എന്നിട്ട് ഭഗവാന്റെ വാണി വായിക്കുക. ഒരു 10 മിനിറ്റിനകം വായിച്ചു തീർക്കണം. മുഴുവൻ വായിക്കണ്ട, 10 മിനിറ്റിൽ കൂടണ്ട. പിന്നെ അനുഭവം പറയാ ഒരു 15 മിനിറ്റ് വരെ. സായിരാം, തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. രമ വീഡിയോ ഓഫ് ചെയ്യണേ. രമ വീഡിയോ ഓഫ് ചെയ്യും. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ലോകത്തിൽ തിന്മ വ്യാപിക്കുന്നു, നിസ്വാർത്ഥ പ്രേമം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഗാഢമായി ചിന്തിക്കേണ്ട കാര്യമാണിത്. ഈശ്വരനും പ്രകൃതിയും വിഭിന്നമല്ല. ലൗകിക ജീവിതത്തെ ആത്മീയ ജീവിതത്തിൽ നിന്നും വേർതിരിക്കുന്നു ശരിയല്ല. ആത്മീയത ഒരുമിപ്പിക്കുന്നതിനുള്ളതാണ്. ആ ഒരുമയിൽ നിന്ന് പരിശുദ്ധിയും ദിവ്യതയും ഉണ്ടാകുന്നു. ചിലർ കരുതുന്നു ലൗകിക ജീവിതം ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞതാണെന്ന്, ആത്മീയ ജീവിതം സുഖവും സുരക്ഷിതത്വവും നിറഞ്ഞതാണെന്ന്. ഈ ധാരണ ശരിയല്ല. സന്തോഷവും ദുഃഖവും വേർപിരിയില്ല, അവ ഒരുമിച്ചാണ് വരിക. സന്തോഷത്തെ തുടർന്ന് ദുഃഖം വരിക തന്നെ ചെയ്യും. ദുഃഖവും പോകും. അപ്പോഴവിടെ സന്തോഷം വരും. മറ്റൊരു വിധം പറഞ്ഞ 2 ദുഃഖങ്ങളുടെ നടുവിലാണ് ഒരു സന്തോഷം നിലകൊള്ളുന്നത്. 2 ജീവിതമില്ല. സ്വയം അറിയൂ. ഓറഞ്ച് മധുരമുള്ളത്, പക്ഷെ അതിന്റെ പുറന്തൊലിക്ക് കയ്പാണ്, അരുചിയുമുണ്ട്. കയ്പുള്ള പുറന്തൊലിയാണ് ഓറഞ്ചിനകത്തെ മധുരം സംരക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ മധുരവും കയ്പും ഓറഞ്ചിനുണ്ട്. ഇതുപോലെ ലൗകിക ആത്മീയ ജീവിതത്തിന്റെ സംയോജനമാണ് മാനവ ജീവിതം. ആത്മീയ ജീവിതത്തിനായി ലൗകിക ജീവിതം വിടുന്നവരുണ്ട്. അതൊരു തരം ദൗർബല്യം തന്നെ. ലോക ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ആത്മീയ ജീവിതവും കൊണ്ടുപോകാം. അമ്മ, അച്ഛൻ, ഗുരു, ഈശ്വരൻ എന്ന ക്രമത്തിലൂടെ മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നു. എന്താണ് ഈ ക്രമത്തിന്റെ സാരം? നവജാത ശിശു ബന്ധപ്പെടുന്ന ആദ്യ വ്യക്തി അമ്മയാണ്. ശിശുവിന് പിതാവിനെ അറിയില്ല. കുറച്ചു മുതിരുമ്പോൾ അമ്മ ശിശുവിന് പിതാവിനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് കുട്ടിയെ വളർത്തുന്നു, യഥാസമയം ഗുരുസന്നിധിയിൽ എത്തിക്കുന്നു. അവന് ആവശ്യമായ അറിവ് പകർന്നു കൊടുത്ത് ഗുരു ക്രമേണ അവനെ ഈശ്വരനിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ അമ്മയിൽ മൊട്ടിട്ട ജീവിതം ഈശ്വരനിൽ ചെന്നെത്തുന്നു. നവജാത ശിശു കരയുന്നത് കോഹം കോഹം എന്നാണ്. അതായത് ഞാൻ ആരാണ് എന്ന് സാരം. വിവിധ അവസ്ഥകളിലൂടെ ജീവിതം ഒഴുകുമ്പോൾ ഒരുവൻ ഈ ചോദ്യത്തിന്, ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക തന്നെ വേണം. കോഹം എന്ന ചോദ്യത്തിൽ തുടങ്ങിയ അന്വേഷണം സോഹം, അവൻ ഞാനാണ് എന്നതിൽ അവസാനിപ്പിക്കണം. അപ്പോഴേ മാനവജന്മം അർത്ഥപൂർണമാകൂ. ആത്മവികാസവും ഭക്തിയും. മറ്റൊരാൾക്ക് നിങ്ങൾ ആരെന്ന് പറഞ്ഞു തരാനാവില്ല. പുണ്യഗ്രന്ഥങ്ങൾക്കോ ഗുരുക്കന്മാർക്കോ നിങ്ങളുടെ യാഥാർത്ഥ്യം പറഞ്ഞു തരാൻ സാധ്യമല്ല. ബാഹ്യമായ തിരച്ചിലും സഹായിക്കില്ല. സ്വയം നിരീക്ഷിക്കുന്നതിലൂടെ, ആത്മാന്വേഷണത്തിലൂടെ ഈ സത്യം മനസ്സിലാക്കണം. ആത്മീയ പാത. പുരാതന കാലം മുതലേ ഭാരതം ലൗകിക വിദ്യാഭ്യാസത്തിനൊപ്പം ആധ്യാത്മിക സത്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഈ പവിത്ര ഭൂമിയെ ജനത്തിന് അറിയാമായിരുന്നു. ആധ്യാത്മികതയില്ലാത്ത ജീവിതം നിരർത്ഥകമാണെന്ന് അവർ അറിഞ്ഞിരുന്നു. മനുഷ്യ ജീവിതം ആധ്യാത്മികതയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പുറപ്പെട്ട ദിക്കിലേക്ക് തന്നെ തിരിച്ചെത്തണം. വന്ന പാതയിലൂടെ തന്നെ തിരിച്ചു പോകുന്നതാണ് സാധന. മറ്റൊരു വഴിയിലൂടെയും സത്യത്തിൽ എത്തുകയില്ല. നിങ്ങൾ വന്നത് ആത്മാവിൽ നിന്നും. ആത്മാവിനെ അറിയുക എന്നതാണ് ഇനി വേണ്ടത്. ഈ യാത്രയ്ക്ക് ടിക്കറ്റ് വേണ്ട. സ്വന്തം ആത്മാവിനെ അറിഞ്ഞാൽ അത് സർവജ്ഞാനമായി. ശരീരവും ആത്മാവും. ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല, എല്ലാം താൽക്കാലികം, മാറ്റത്തിന് വിധേയം.
വ്യക്തി തന്നെ എത്ര മാറ്റങ്ങളെ നേരിട്ടു. ആദ്യം ശിശുവായി, പിന്നെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. കാലത്തിന്റെ സ്വാധീനത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു. പക്ഷെ വ്യക്തി മാറുന്നില്ല. ആ ഏകത മറക്കരുത്. ദുർബുദ്ധികളെ അക്കാര്യം മറക്കൂ. ഏകതയെ ഓർമ്മിപ്പിക്കുന്നതാണ് സദ്ബുദ്ധി. ഇളകിയാടുന്ന മരക്കൊമ്പിലിരിക്കുന്ന പക്ഷിക്ക് പരിഭ്രമമില്ല. കാരണം അത് ആശ്രയിക്കുന്നത് മരക്കൊമ്പിനെയല്ല, സ്വന്തം ചിറകുകളെയാണ്. പക്ഷെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യൻ ഭയചകിതനാകുന്നു. ഒരു പക്ഷിയുടെ അത്ര ആത്മവിശ്വാസം പോലും മനുഷ്യനില്ല. എന്താണ് കാരണം? ലൗകിക ജീവിതം സത്യമെന്ന് അവൻ കരുതുന്നു. ശരീരം നീർക്കുമിള പോലെയാണ്, മനസ്സ് ഭ്രാന്തൻ കുരങ്ങിന് സമം. മനസ്സിനെ ശരീരത്തെ പിന്തുടരുത്. മനസാക്ഷിയെ ആശ്രയിക്കൂ, അനുസരിക്കൂ, വിശ്വസിക്കൂ. മാനവന്റെ യാഥാർത്ഥ്യം ആത്മാവാണ്. ശരീരം ക്ഷയിക്കും, നശിക്കും. അത് അടക്കം ചെയ്യുകയോ ദഹിപ്പിക്കുകയോ ചെയ്യും. ആരോഗ്യം, കീർത്തി, സമ്പത്ത് ഇതൊന്നും മരണവേളയിൽ രക്ഷിക്കാൻ എത്തുകയില്ല. ഒരു കന്നഡ കവി പാടുന്നു: ഭഗവാനെ ഞാൻ അങ്ങേ മറന്നുപോയി, അതിനാലാണ് ശരീരത്തെ ഞാൻ ആശ്രയിച്ചത്. അവിടുത്തെ സ്മരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഈ ജന്മം ഉണ്ടാകില്ലായിരുന്നു. കാരണം ഞാൻ ശുദ്ധബോധമാണ്, മണ്ണല്ല. സ്വയം യജമാനനാകും. ശരീരം ഒരു ഉപകരണം, ഇന്ദ്രിയങ്ങളും മനസ്സും നിങ്ങളുടെ ഉപകരണങ്ങളാണ്. ശരീര മനോ ഇന്ദ്രിയങ്ങളുടെ കൂട്ടായ്മയാണ് വ്യക്തി എന്നറിയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ സത്യത്തിൽ യജമാനനാണ്. അതറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടണം. ഇതാണ് വേദാന്ത സാരം. ഭയം ഭാവന മാത്രം. പ്രേമസ്വരൂപരെ, വായിച്ചതും അറിഞ്ഞതും കുറച്ചെങ്കിലും ആചരിക്കാൻ ശ്രമിക്കൂ. അപ്പോഴേ ശാന്തി അനുഭവിക്കാൻ കഴിയൂ. ഉത്കണ്ഠയിലും ആശങ്കയിലും പെട്ട് വിലയേറിയ സമയം പാഴാക്കരുത്. ക്ലേശത്തിന് ആശങ്കയ്ക്ക് ആഗതിയുണ്ടോ? അതൊരു മനസങ്കല്പം മാത്രം. സ്വയം ക്ലേശങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത് എന്തിന്? ഞാൻ ആത്മാവ് എന്ന് പറയുന്നതും പൂർണ്ണമായി ശരിയല്ല. ഞാൻ ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാനും ആത്മാവും രണ്ടായി തോന്നും. അപ്പോൾ രണ്ട് ഉണ്ട് എന്ന് വരും. രണ്ട് ഉണ്ടെന്ന് കരുതുന്നവൻ പാതി കുരുടനാണ്. അദ്വൈതം, ഏകത്വം, ഇതിൽ ഉറച്ചു നിൽക്കുക. നമസ്കാരം പറയുമ്പോൾ പോലും ഏകത്വം വെളിവാക്കപ്പെടുകയാണ്. ഇരു കൈത്തലങ്ങളും ചേർത്ത് മുഖത്തിന് നേരെ പിടിച്ച് നമസ്കാരം പറയുമ്പോൾ 10 വിരലുകൾ ഒരുമിക്കുകയാണ്. 10 ഇന്ദ്രിയങ്ങളും, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒരുമിക്കുകയാണ് ഇവിടെ. ഒരുമ പരമാനന്ദം നൽകുന്നു, ഭിന്നത ദുഃഖമുളവാക്കും. ലൗകിക ജീവിതത്തെ ആത്മീയ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തരുത്. ഈ തുണിക്കഷ്ണം ശ്രദ്ധിക്കൂ. നൂലുകളുടെ കൂട്ടായ്മയാണ് തുണിക്കഷ്ണം. നൂലുകൾ ലൗകിക ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു. ജീവിതം ലൗകികതയുടെയും ആത്മീയതയുടെയും സംയോജിത രൂപമാണ്. നൂലില്ലാതെ വസ്ത്രമില്ല. നൂലുകൾ ഒരുമിക്കുമ്പോൾ വസ്ത്രം ബലമുള്ളതാകും. നിങ്ങൾ ദുർബലരാകരുത്. ഒരുമിക്കൂ, ശക്തരാകൂ. നിങ്ങളുടെ സർവവും ഈശ്വരനാണെന്ന് ഉറപ്പിക്കൂ. എപ്പോഴും ഇത് സ്മരിക്കൂ. ത്വമേവ മാതാച്ച പിതാത്വമേവ, ത്വമേവ ബന്ധുച്ച സഖാത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. പ്രഭു, അവിടുന്ന് മാത്രമാണ് എനിക്ക് മാതാവും പിതാവും ബന്ധുവും സമ്പത്തും ജ്ഞാനവും സമസ്തവും എനിക്ക് അവിടുന്ന് തന്നെ. ഇത് ഐക്യബോധത്തിലൂടെ അനുഭവിക്കാനാകും. വിഷയസുഖങ്ങളിൽ മുഴുകുമ്പോൾ വിലയേറിയ ഊർജം പാഴാക്കുന്നു. അതിനാൽ ഈശ്വരാനുഭവത്തിനായി ഊർജം, മനസ്സ്, ബുദ്ധി ഇവകളെ ഒരുമിപ്പിക്കുക. ഭക്തിപാതയിലൂടെ മുന്നേറുമ്പോൾ ഈശ്വര സങ്കല്പങ്ങളിൽ വ്യത്യാസം കണ്ടുകൂടാ. ഒരു ഈശ്വരന് മറ്റൊരു ഈശ്വരനേക്കാൾ മഹത്വമുണ്ടെന്ന് നനയ്ക്കരുത്. എല്ലാ ഈശ്വര സങ്കല്പങ്ങളോടും ഒരേ ഭക്തി മനോഭാവം പുലർത്തണം. ഇതാണ് യഥാർത്ഥ ഭക്തന്റെ നിലപാട്. ഭഗവാൻ കൊടൈക്കനാൽ സായിസുതിയിൽ 1993 ഏപ്രിൽ 11 നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ ഞാൻ വായിച്ച. സായിരാം. ഇനി അനുഭവം പങ്കുവെച്ചോളൂ സായിരാം. സായിരാം. എന്റെ ഹൃദയേശനായ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും പാദങ്ങളിലും വന്ദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എന്റെ പേര് ബിന്ദു പ്രവീൺ. ഞാൻ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരുന്ന സ്ഥലത്താണ്. അവിടെയാണ് എന്റെ സമിതിയും എല്ലാം. ഞാൻ സ്വാമിയെ ആദ്യമായിട്ട് കാണുന്നത് 84 സ്വാമിയെ പറ്റി അറിഞ്ഞത് 84 അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്വാമിയുടെ ഡിവോട്ടി ആയിരുന്നു. അപ്പൊ എപ്പോ നോക്കിയാലും ഹേമലത എന്ന കുട്ടിയുടെ പേര്, എപ്പോ നോക്കിയാലും സ്വാമിയെ പറ്റി തന്നെ പറയുന്നത്. എന്ത് ഹേമ പറഞ്ഞാലും അവസാനം ഭഗവാനിലാണ് ചെന്നെത്തുന്നത്. പക്ഷെ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് സ്വാമിയെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഫോട്ടോ കാണിച്ചു. ആ രൂപവും ആ ഭാവവും ഒക്കെ എനിക്ക് ആദ്യം ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രല്ല, എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പം ഭക്തിയും അത് ഒരു അമ്പലത്തിൽ പോകല അങ്ങനത്തെ ഒരു വിശ്വാസമല്ല. ഞങ്ങളുടെ വിശ്വാസം വ്യത്യാസമാണ്. അപ്പൊ ഇത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ കുട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ 4 സിസ്റ്റേഴ്സ് ഉണ്ട്, 3 സിസ്റ്റേഴ്സ് ഉണ്ട് എനിക്ക്. അവരപ്പൊ ഞങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ എല്ലാ ക്ലാസ്സിലെ വിവരങ്ങളെല്ലാം വന്നിട്ട്, വിശേഷങ്ങളെല്ലാം വന്നിട്ട് സിസ്റ്റേഴ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇങ്ങനെ ഹേമ പറഞ്ഞ സ്വാമീനെ പറ്റി, സായിബാബ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന
എല്ലാ വിശേഷം പറയും. ഹേമ പറയുന്ന ഓരോ കാര്യങ്ങളും ഹേമസ്വാമിനെ പറ്റി പറയുന്ന കേൾക്കുമ്പോ ഇങ്ങനെ ഒരു ഈശ്വരനുണ്ടോ? അപ്പൊ ഈശ്വരൻ എന്നാണ് ഹേമ പറയുന്നത്. ഈശ്വരനുണ്ടോ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന? ഇതൊക്കെ ഇങ്ങനെ ചിന്തയാണ്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഭഗവാനെ പറ്റി. അപ്പൊ ഞങ്ങൾ എന്നും ഞാൻ എന്നും ഹേമ പറയുന്ന വിശേഷങ്ങൾ മുഴുവനും വന്ന് ചേച്ചിയുടെ അടുത്ത് രണ്ടുപേരുടെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ അവരും കേൾക്കുമ്പോ അവർക്കും ഇങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര അതിശയം ഇതൊക്കെ കേൾക്കുമ്പോ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ സ്വാമിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കസിൻ ബ്രദർ വന്നു. അപ്പൊ കസിൻ ബ്രദർ കേട്ട് കഴിഞ്ഞ സമയത്ത് പറഞ്ഞു, സ്വാമിനെ പറ്റി നെഗറ്റീവായിട്ട് കുറെ പറഞ്ഞത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിനെ പറ്റി എപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നീ ഇതൊന്നും കേൾക്കാനൊന്നും പോകണ്ട, സ്വാമി ഒരു മാജിക്കുകാരനാണ്, അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ എന്നാലും ആ 2 വർഷം പ്രീ ഡിഗ്രി 2 വർഷം ഫുള്ളായിട്ട് ഹേമയുടെ അടുത്തിരുന്ന് സ്വാമിയുടെ കഥകളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. അതെന്നും വന്ന് വീട്ടിലും വന്ന് പറയും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചോദിക്കുക എന്റെ മൂത്ത സിസ്റ്ററിന്റെ അടുത്ത്. എന്റെ മൂത്ത സിസ്റ്റർക്ക് ഭയങ്കര, ആ വീട്ടിലാണെങ്കിലും സിസ്റ്റർക്ക് ഭയങ്കര ഭക്തിയാ. മൂത്ത സിസ്റ്റർക്കാണ് എപ്പോഴും സ്വാമിനെ പറ്റി കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് പറയാ, ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം ഉണ്ടോ? അയ്യോ അത് അതിശയാണ്, അങ്ങനെ ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ കാണണമല്ലോ എന്നൊക്കെ അന്ന് ഇങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞു. ഞാൻ ഡിഗ്രിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി ചേർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹേമയായിട്ടൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല, കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ 91 എന്റെ കല്യാണം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞപ്പോ. പിന്നെ 93 മകളുണ്ടായി കഴിഞ്ഞ സമയത്ത് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അത് കഴിഞ്ഞപ്പോ അന്നേരം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള ഒരു ഭയങ്കര ഭക്തിയുള്ള ആൾക്കാരാണ്. അവർ അമ്പലത്തിൽ പോകും. ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാ വർഷവും മലയ്ക്ക് പോകും, മാലയിട്ടിട്ട്. അങ്ങനെ ഭയങ്കര ഭക്തി. പിന്നെ ഹസ്ബൻഡിന്റെ അമ്മൂമ്മയുണ്ട്. അപ്പൊ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസമാണ്. അമ്മൂമ്മയ്ക്ക് കണ്ണ് കാണില്ല. ദിവസവും രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സൂര്യഭഗവാനെ തൊഴുതിട്ടേ ബാക്കി വെള്ളം പോലും കുടിക്കുള്ളൂ. അത്രയും ഭക്തി, എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മൂമ്മ അച്ഛന്റെ ഇളയ ബ്രദറിന്റെ അടുത്താണ് താമസിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കും. അപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ അമ്മൂമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും, ഇങ്ങനെ അമ്പലത്തിൽ പോകുന്ന കാര്യം. ഞങ്ങൾക്ക് അടുത്ത് തന്നെ ദേവീക്ഷേത്രം ഉണ്ട്. അപ്പൊ അമ്മൂമ്മ എപ്പോഴും പറയും എന്നും ചൊവ്വയും വെള്ളിയും പോകണം. അപ്പൊ അമ്മൂമ്മയൊക്കെ പറയും ഭക്ഷണം കഴിക്കാതെയാണ് പോകുന്നത്, പോയിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ, അങ്ങനെ എന്നും പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന അങ്ങനെ ഞാനും അവരുടെ ആ ഭക്തിയിലേക്ക് വന്നു. പിന്നെ എന്റെ മദറിലോ ആണെങ്കിലും, അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ഉണ്ട്, ഞങ്ങള് ഒരേ ഏജാണ്. കുട്ടിയുടെ കല്യാണം ഇത്തിരി ലേറ്റായിട്ട് ഇങ്ങനെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടിരിക്കായിരുന്നു. അപ്പൊ ആ കുട്ടി എന്നും തന്നെ അമ്പലത്തിൽ പോകും. അപ്പൊ ഞാനും അവരെ കൂടെ അമ്പലത്തിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഭക്തിയിലേക്ക് എനിക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭക്തിയിലേക്ക് വന്നു ആ സമയത്ത്. അത് കഴിഞ്ഞപ്പോ പിന്നെയാണ് അപ്പൊ ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ട്, ത്രിപുര ആന്റി എന്നും ഭാനുശങ്കർ എന്നും പറഞ്ഞുകൊണ്ട്. ഭാനുശങ്കർ അങ്കിളും ത്രിപുര ആന്റിയും ഭയങ്കര സ്വാമിയുടെ ഡിവോട്ടീസ് ആണ്. ത്രിപുര ആന്റി മിക്കവാറും പുട്ടപർത്തിയിലൊക്കെയാണ്. പിന്നെ അവര് അമേരിക്കൻ സിറ്റിസൺസും കൂടിയാണ്. അപ്പൊ അവര് ഇടയ്ക്ക് ഇവിടെ വരുമ്പോ ഞങ്ങളുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അങ്കിളും ആന്റിയും ഉണ്ടാവും എപ്പോഴും. അപ്പൊ ആന്റി സ്വാമിനെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിർത്തില്ല. അപ്പൊ എപ്പോ വന്നാലും സ്വാമിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ സ്വാമിനെ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ പിന്നെ എന്റെ മൂത്ത സിസ്റ്ററിന്റെ വീട്ടില് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോ സ്വാമിയുടെ ഫോട്ടോ ഇരിക്കുന്നു. അപ്പൊ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് കൊടുത്ത ഫോട്ടോ ആണ്. അവര് ഭയങ്കര സ്വാമിയുടെ ഡിവോട്ടീസ് ആണ്. അവരപ്പോ പുട്ടപർത്തിയിലൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് അടുത്ത പ്രാവശ്യം പുട്ടപർത്തിക്ക് പോയിട്ട് വന്നപ്പോ എനിക്കൊരു ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോ എനിക്ക് അത് പ്രശ്നം. എന്റെ വീട്ടിലുള്ളവര് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയൊക്കെ ഭക്തി ഉണ്ടെങ്കിലും വിളക്ക് വയ്ക്കുന്നിടത്ത് സ്വാമിയുടെ ഫോട്ടോ വയ്ക്കാൻ സമ്മതിക്കില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്റെ ഡ്രസ്സ് വെക്കുന്ന അലമാരിയിൽ സ്വാമിയുടെ ഫോട്ടോ വെച്ച് ഞാൻ സ്വാമിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പിന്നെ സ്വാമിനെ കേട്ട് വന്നപ്പോ ഒത്തിരി കേൾക്കണം എന്നായി. അപ്പൊ അങ്കിള് പറഞ്ഞു, അങ്കിളിന്റെ അടുത്ത് ആന്റിയുടെ അടുത്ത് ഇങ്ങനെ പോകുമ്പോ അവര് പറഞ്ഞു ബാലവികാസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ എന്റെ മോള് ഒരു 3.5-4 വയസ്സൊക്കെ ആവാറായിട്ടുണ്ട്, ബാലവികാസിൽ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മൂത്ത സിസ്റ്ററിന്റെ മകനുണ്ട്. ഞങ്ങളൊക്കെ അടുത്തടുത്ത് ഏകദേശം താമസിക്കുന്നത്. എന്റെ സ്വന്തം വീടും ഞാൻ താമസിക്കുന്നതൊക്കെ അടുത്തടുത്ത് തന്നെയാ.
അധികം ഡിസ്റ്റൻസ് ഇല്ല. അപ്പൊ ഞാൻ ബാലവികാസ് എവിടെയാന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ബാലവികാസ് അങ്കിള് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു തന്നു. ഇപ്പൊ ബാലവികാസ് എടുക്കുന്ന ഗുരു ആദ്യം ക്ലാസ് എടുത്തോണ്ടിരുന്ന ഒരു ഷൈല എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. അവർക്ക് വയ്യാതെയായി, അപ്പൊ അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് വേറെ ഒരു ടീച്ചറെ നോക്കി. അപ്പൊ അവർക്ക് സമയം കിട്ടുന്നില്ല. അവര് വേറെ ഗ്രാമത്തിൽ പോയിട്ട് ബാലവികാസ് ക്ലാസ് എടുക്കുന്നതാണ് ശാന്താമണി ടീച്ചർ. അപ്പൊ ടീച്ചർ അന്വേഷിച്ചപ്പോ ടീച്ചർ പറഞ്ഞു എനിക്ക് എപ്പോഴും ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്കിൾ എന്നെ ഈ പഴയ ശൈലി ടീച്ചറിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവരൊന്ന് നിലത്തിരിക്കാൻ പറ്റില്ല, ഞാനൊരു കസേര ഇട്ടിട്ട് ഇരുന്ന് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് അവരുടെ വീട്ടിൽ തന്നെ, അവരെ ചിറ്റിയുടെ വീട് ഒഴിഞ്ഞു കിടക്കണ്ടായിരുന്നു അവിടെ, അവര് ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ അവരുടെ വീട്ടിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ അവരുടെ വീട്ടിൽ ആ ചിറ്റിയൊക്കെ തിരിച്ച് ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഷൈൽ ടീച്ചറിന്റെ ഹസ്ബൻഡ് അവരുടെ വീടിന്റെ മുകളിലായിട്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അവിടെ നല്ല ഭംഗിയായിട്ട് സ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ബാലവികാസ് അങ്ങോട്ട് മാറ്റി. അവിടെ ബാലവികാസ് ക്ലാസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കുറെ കുട്ടികൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ ക്ലാസ് മുമ്പോട്ട് പോയി. അപ്പൊ ഞങ്ങൾ കുറെ സ്ത്രീകള് പ്രായമായ ആ സമിതിയിൽ, ഞങ്ങൾക്ക് പെരുമ്പാവൂർ സമിതിക്ക് ഒരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത്, ബാലവികാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഷൈൽ ടീച്ചർ നമുക്ക് ഫ്രൈഡേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ സ്ത്രീകൾ കൂടാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് എനിക്കൊരു 30 വയസ്സ് പ്രായമുള്ളൂ. പക്ഷെ അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാർക്കൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാരാണ് എല്ലാവരും. അവരൊക്കെ പഴയ ഡിവോട്ടീസാ സ്വാമിയുടെ. അപ്പൊ അവരെ കൂടെ ഞാനും കൂടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡേസില് ലളിതാ സഹസ്രനാമം ജപിക്കാൻ എല്ലാം ഷൈൽ ടീച്ചർ പഠിപ്പിക്കുക. പിന്നെ സാധനങ്ങൾ പഠിപ്പിക്കുക, ഓങ്കാരം എടുക്കാൻ, സുപ്രഭാതം, സായി ഗായത്രി, ഇതെല്ലാം പഠിക്കുക. എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയില്ല, ഒരു നാമം പോലും ചൊല്ലാൻ അറിയില്ലാത്ത ഞാനും അവരുടെ കൂടെ കൂടിയിട്ട് പഠിക്കുകയാണ്. എല്ലാം നാരായണീയം പഠിപ്പിച്ചു, എല്ലാം പഠിക്കുകയായിരുന്നു. എന്തൊക്കെ സ്വാമി പറയണോ അതെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ചെറിയ ചെറിയ സർവീസുകൾ ചെയ്യാൻ തുടങ്ങി. സായി പ്രോട്ടീൻ ഉണ്ടാക്കുക, അടുത്തുള്ള അംഗൻവാടികളിലൊക്കെ കൊടുക്കുക. അപ്പൊ ഞാനൊക്കെ എന്റെ വീടിന്റെ അടുത്തൊക്കെ അംഗൻവാടി ഉണ്ട്. ഞങ്ങൾ സായി പ്രോട്ടീൻ ഞങ്ങളെല്ലാവരും സാധനം എല്ലാം വാങ്ങിച്ചിട്ട് നമ്മുടെ ആലുവ സെന്ററിൽ നിന്ന് പറയുന്ന എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞുതരും. അപ്പൊ ഞങ്ങൾ ഓരോരുത്തർ അത് എടുത്ത് ഷൈൽ ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്ത് ഞങ്ങൾ അത് പാക്കറ്റ് ആക്കി ഓരോ അംഗൻവാടികളിലും കൊടുക്കാൻ തുടങ്ങി, ഓരോരുത്തരുടെ വീടിന്റെ അടുത്തുള്ള. അത് കഴിഞ്ഞ് 19-ാം തീയതി ഞങ്ങൾ അർച്ചന തുടങ്ങാൻ തുടങ്ങി. അർച്ചന അതെല്ലാം ഷൈൽ ടീച്ചറിന്റെ വീട്ടിൽ. അർച്ചന കഴിയുമ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിസിറ്റിന് പോകാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങള് ഈ ആ ചേച്ചിമാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ എനിക്കും അവസരം സ്വാമി തന്നുകൊണ്ടിരിക്കുക. സ്വാമി എന്താന്ന് കാണിച്ചു തരാം, ഞാൻ ഇങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കുക, ഓരോന്ന് സ്വാമി കാണിച്ചു തന്നുകൊണ്ടേയിരുന്നു. ഞാൻ അതിന്റെ കൂടെ ഓടി ഓടി എല്ലാം എനിക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും ഞാൻ പുട്ടപർത്തിയിലെ സർവീസിന് പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടുന്ന ഓരോ അവസരങ്ങളും കളയാതെ ഞാൻ ഓടി ഓടി എല്ലാം എനിക്ക് കിട്ടുന്ന അവസരം ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത സാഹചര്യം. എനിക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി വളരെ കുറവ്. അവിടെയാണ് അസുഖമുള്ള ആൾക്കാരാണ് മുഴുവനും. അപ്പൊ അവിടേക്ക് പോകാൻ ആദ്യമൊക്കെ എന്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരു റിട്ടയർഡ് നേഴ്സ് ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്, മീൻ ചേച്ചി. ESI നേഴ്സായിരുന്നു, റിട്ടയർഡ് ആയതാ. അപ്പൊ മീൻ ചേച്ചി പറയും ബിന്ദു പേടിക്കണ്ട, കൂടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോകാൻ തുടങ്ങിയത് ഹോസ്പിറ്റലിലൊക്കെ. അപ്പൊ അവിടെ പോയിട്ട് ആളുകളുടെ അടുത്ത് സ്വാമിയുടെ കാര്യങ്ങളെ പറ്റി പറയും. പിന്നെ ചിലപ്പോൾ ചിലർക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ഇട്ടിട്ട് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഫണ്ടുകൾ ഞങ്ങൾ ആ ഫ്രൈഡേ ആ ഒരു ഇതിനകത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലാവരും കിട്ടുന്ന കുറേശ്ശെ പൈസ ഷൈൽ ടീച്ചറിനെ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ ഫണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഗ്രാമത്തിൽ സേവയ്ക്കൊക്കെ പോകും. അതിനകത്ത് ഒരു ഗിരിജ ചേച്ചി ഉണ്ട്. അപ്പൊ ഗിരിജ ചേച്ചിയുടെ വീട് കോടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അത് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പൊ അവിടെ ഒരു കോളനി ഉണ്ട്. അപ്പൊ അവിടെ ഉള്ള ആളുകൾക്ക് മെഡിസിൻ ഒക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഈ പൈസയൊക്കെ കൊടുത്തിട്ട് അവർക്ക് മെഡിസിൻ വാങ്ങിക്കാൻ പൈസ കൊടുക്കും. പിന്നെ ഞങ്ങൾ ഗ്രാമസേവയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭക്ഷണം ഞങ്ങൾ ഓരോരുത്തരെടുക്കും. എന്നിട്ട് അവിടെ പോയിട്ട് ആ ഗ്രാമത്തിൽ പോയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടും. എന്നിട്ട് സ്വാമിയുടെ കാര്യങ്ങളൊക്കെ പറയും, ഭജന പാടും. അപ്പൊ ഇതൊക്കെ അപ്പൊ ആ സമയത്ത് ഭാനുവങ്കളായിരുന്നു കൺവീനർ ആയിരുന്നു. അപ്പൊ ഭാനുവങ്കളാണ് ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങള് സ്വാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. പിന്നെ മണ്ടരി ഉണ്ട്, അവിടെ ബാലുവികാസ് ക്ലാസ് ഉണ്ട്. അത് ഭാനുവങ്കളാണ് ആ കെട്ടിടം. അവർക്ക് ആ ഒരു ഗ്രാമമാണ്, ശരിക്കും റിമോട്ട് ആയിട്ടുള്ള ഒരു ഗ്രാമമാണ്. അവിടെ സ്വാമിനെ പറ്റി ചെന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നത്. അപ്പൊ അവിടെ ഒരു
ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അവിടെയാണ് സ്വാമിയുടെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ടൗണിൽ നിന്ന് കുറച്ച് പോകണം, പെരുമ്പാവൂർ ടൗണിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഭക്ഷണമൊക്കെ ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ അവിടെ പോയിട്ട് സ്വാമിയുടെ ബർത്ത്ഡേ ആഘോഷിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവസരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളുടെ പഴയ കൺവീനർ ഉണ്ട് നാരായണൻ സാറ്. അപ്പൊ അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ഇത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വാമിയുടെ അടുത്ത് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞ സമയത്ത് ഞങ്ങള് 98 ആദ്യമായിട്ട് സ്വാമീനെ കാണാനായിട്ട് പോവുക. സ്വാമീനെ കാണാനായിട്ട് കൊടൈക്കനാലിലാണ് പോണത്, ഒരു വിഷുവിനാണ് പോകുന്നത്. അപ്പൊ എന്റെ മോൾക്ക് ഭയങ്കര ആഗ്രഹം, ഒരു സ്വാമി ഒരു ബ്ലസ് ചെയ്ത റിങ് വേണമെന്ന്. അപ്പൊ ഇവിടുന്ന് തുടങ്ങിയേ പറയാ സ്വാമി ബ്ലസ് ചെയ്ത റിങ് വേണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങള് കൊടൈക്കനാലിൽ ചെന്നു. തലേദിവസം ചെന്നു, ഞങ്ങള് സ്വാമി താഴേക്ക് ഇറങ്ങി വന്നില്ല. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ ദൂരെ എന്ന സ്വാമിനെ കണ്ട് പിറ്റേ ദിവസം വിഷുവിന്റെ അന്ന് ഞങ്ങള് സ്വാമി ദർശനത്തിന് പോകുന്നതിന് മുമ്പ് ഞങ്ങള് ഒരു റിങ് വാങ്ങിച്ചു മോൾക്ക്. അപ്പൊ സ്വാമീനെ കൊണ്ട് ബ്ലസ് ചെയ്യിപ്പിക്കാൻ സ്വാമിയെ വരുമ്പേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോ മോളുള്ള കാരണം എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റിയില്ല. എന്റെ സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു, അവർക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റി. പക്ഷെ ഈ രണ്ട് റിങ് ആയിട്ട് എനിക്ക് പിന്നീട് കിട്ടി. ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ സമയത്ത് റൂമിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് കണ്ടില്ലായിരുന്നു റിങ് വാങ്ങിച്ച്. ഈ റിങ് ഞാൻ കയ്യിലേക്ക് ഇട്ടപ്പോ 2 എണ്ണമായിട്ടിരിക്കുന്നു. അപ്പൊ അത് സ്വാമി തന്നെ ആ മോക്ക് അത്ര ആഗ്രഹം ഉണ്ടായിട്ട് സ്വാമി അത് കൊടുത്തു. അപ്പൊ അങ്ങനെ സ്വാമി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് അപ്പൊ അന്നൊക്കെ ത്രിപുരാന്റിയുടെയും നാരായണ സാറിന്റെയും കൂടിയാണ് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയത്, ആലുവ സെന്ററിൽ നിന്നാണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം തന്നെ പുട്ടപ്പർത്തിക്ക് പോയി. അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ പുട്ടപ്പർത്തിക്ക് പോകാൻ പറ്റുന്ന സമയത്തൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ സ്വാമിയിൽ കുറേ കാര്യങ്ങൾ സ്വാമിയെ പറ്റി പഠിക്കാൻ തുടങ്ങി, ബുക്കുകൾ വായിക്കാൻ തുടങ്ങി, കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ പിന്നെ മോള് ഹയർ ക്ലാസ്സസിലേക്ക് പോയി കഴിഞ്ഞ സമയത്ത് അപ്പോഴേക്കും ഇവിടെ ഹസ്ബൻഡ് അച്ഛനും അമ്മയ്ക്കും വയ്യാതെയായി. അവർക്കുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ വീട്ടിലേക്കായി. പിന്നെ ഈ കാര്യങ്ങളൊക്കെ വിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് സമിതി കാര്യങ്ങളൊക്കെ വിട്ട് എന്റെ സാധനങ്ങളൊക്കെ ഞാൻ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2016 16 അച്ഛൻ മരിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോ മോളുടെ കല്യാണം കഴിഞ്ഞു. മോള് ആർക്കിടെക്റ്റ് ആണ്, അവള് ദുബൈയില് ശോഭയില് വർക്ക് ചെയ്യാണ്. അപ്പൊ ഹസ്ബൻഡും അവിടെ തന്നെ സിവിൽ എഞ്ചിനീയർ ആണ്, വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മോള് പോയി കഴിഞ്ഞ് 2018 മോളുടെ കല്യാണം. മോള് പോയി കഴിഞ്ഞപ്പോ ഹസ്ബൻഡിന് ഒരു ചെക്കപ്പിന് പോയി കഴിഞ്ഞ സമയത്ത് സ്വാമി ഒരു സിൽവർ ലൈനിലാണ് ചെക്കപ്പിന് പോയി കഴിഞ്ഞ സമയത്ത് ഹാർട്ടിന് ചെറിയ ബ്ലോക്ക് പോലെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞ ലിസിയിൽ പോയിട്ട് അത് ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോഗ്രാം ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അപ്പൊ ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ പറഞ്ഞില്ല എന്റെ കാര്യം, ഹസ്ബൻഡ് സിവിൽ എഞ്ചിനീയർ ആണ്, എനിക്കൊരു മോളേ ഉള്ളൂ. ഞാൻ ബിന്ദു പ്രവീൺ ആണ് കേട്ടോ, ഇന്ദു കിഷോർ എന്നാ പറഞ്ഞ തന്നെ ബിന്ദു പ്രവീൺ ആണ്. അപ്പൊ അങ്ങനെ ഇത് ഡോക്ടർ ലിസിയിൽ പോയിട്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾ വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഹോമിയോ മെഡിസിൻ ആണ് കഴിക്കുന്നത് മുഴുവൻ. ആ ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർ മെഡിസിൻ ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണ്ട, ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ട്, അവിടെ ഒരു മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെക്കപ്പ് നടത്താം. അപ്പൊ എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ മെഡിസിൻ തരാം, എന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ട്രിവാൻഡ്രം ചെന്നു. ട്രിവാൻഡ്രം ചെന്ന് കഴിഞ്ഞ സമയത്ത് ഞങ്ങള് ആ ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങളുടെ ഹോമിയോ ഡോക്ടർ പറഞ്ഞിട്ട് അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു 2 നില വീടാണ്. ആ വീടിന്റെ അപ്പൊ ഞങ്ങൾ ചെല്ലുന്ന് പറഞ്ഞായിരുന്നു, അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ അകത്ത് കയറുമ്പോ അവിടെ സ്വാമിയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നു അഭയഹസ്തായിട്ട്. അപ്പൊ തുടങ്ങി പിന്നെ സ്വാമിയാണ് എല്ലാം ചെയ്ത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ 80% കൂടുതൽ ബ്ലോക്ക് ഉണ്ട്, ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും. അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഡോക്ടർ പറഞ്ഞു. തിരിച്ചു വന്ന് ഹോമിയോ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, മെഡിസിൻ തരാന്ന് പറഞ്ഞു. മെഡിസിൻ കൊടുത്തു, മെഡിസിൻ തന്നു ഞങ്ങൾക്ക്. ഡോക്ടറിന് 3 മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്ക് ആൻജിയോഗ്രാം ചെയ്താൽ അതിപ്പോ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടുമ്പോ ഞങ്ങള് തിരിച്ചു വരാനായിട്ട് ഉള്ള ബസ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് ഒരു ബസ് കിടക്കുന്നു, ബാംഗ്ലൂർക്ക് ഒരു ബസ്. ആ ബസ്സിൽ കയറാൻ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ അതിനകത്ത് 2 സീറ്റ് ഉണ്ട്. ബാംഗ്ലൂർക്ക് ആരോ ബുക്ക് ചെയ്തതാണ്, ആള് വന്നിട്ടില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ആള് അവസാനം വരെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബസ്സിൽ കയറി പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അവസാനം വരെ നിന്നിട്ട് ആരും വന്നില്ല. ഏറ്റവും ദിവസം ഞങ്ങൾ ആ ബസ്സിൽ കയറി നാട്ടിലെത്തി. ഞങ്ങൾ
ഞങ്ങൾ നാട്ടിൽ വന്നപ്പോ പിന്നെയും എവിടെയെങ്കിലും പോകണം എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ പുട്ടപ്പർത്തി വൈറ്റ് ഫീൽഡിൽ പോയി. അവിടെ ചെന്നിട്ടും ട്രീറ്റ്മെന്റ് അവിടെ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അവിടെയും ബ്ലോക്ക് കണ്ടു. പിന്നെ തിരിച്ച് ഞങ്ങൾ ലിസിയിലെത്തി ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്യേണ്ടി വന്നു. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പം ബ്ലോക്ക് ഒന്നുമില്ല. ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. ഡോക്ടർ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒന്നുമില്ല. എല്ലായിടത്തും ഓടി ഞങ്ങൾ വിഷമിച്ചു. 80% ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. സ്വാമിയുടെ അനുഗ്രഹമായിട്ടേ കരുതുന്നുള്ളൂ ഇതെല്ലാം. സായിരാം സായിരാം. సాయిరామ్ సాయిరామ్ బిందు సాయిరామ్. పవిత్రమైన ఉత్తరాయణ కాలమని. Today is a sacred day. ఇది విజ్ఞానమునకు ఆత్మజ్ఞానమునకు రెండింటికి సమమైనటువంటి యొక్క తత్వము. It speaks of equanimity and equality between the knowledge of the self and of the wisdom. సూర్యుడు ప్రతి నెల కూడాను ఒక్కొక్క దీని యందు ఋతువునందు ప్రారంభిస్తున్నాడు. Sun shifts from one house to other as per the zodiac system. కనుకని ఈనాడు మకర రేఖ పైన ప్రారంభం చేయటంటే దీనికి మకర సంక్రాంతి అని కూడా పేరు. As it starts from the Capricorn zodiac system, this is called Makara Sankranti. ఈ మకర సంక్రాంతి మానవునికి అనేక విధమైనటువంటి భౌతికమైన, లౌకికమైన, ప్రాకృతమైన, ఆధ్యాత్మికమైనటువంటి సంపత్తిని అందిస్తూ ఉంటుండాలి. As sun moves to the house of Capricorn, it confers the physical, moral, ethical, social happiness. కనుక మానవునికి ఈ యొక్క జీవితంలో ఏ విజయాన్ని సాధించాలని ఉన్నాడో సర్వ విజయములకును సాక్షిభూతమైనటువంటిదే ఈ సంక్రాంతి. Therefore, for victory in every field, Sankranti stands as the witness. దీనికి అనేక విధములుగా వర్ణిస్తూ వచ్చారు. This is described in myriad ways. దినకరుడు శాంతుడైతోచే దినములింత కురుచలయ్యను చలిగాలి. బిందు వీడియో ఆన్ చేయదోడు. The day is shorter and shorter, and we find the chill weather, wind blowing. పొలములం రేడి గుడ్డి వెన్నెలలోన కుప్పలన్నుచ్చు కాపులు గొంతులెత్తి పదములం పాడదొడగిరి. We find the farmers singing in glory, watching the harvest బంతి around. పువ్వుల ముఖములంత విప్పి The flowers chrysanthemum blossom in full. మన గృహంబుల ధాన్య సంపదల నిలిపి There will be enough of grain and wealth at our residences. సరసురాలైన సంక్రాంతి పండుగొచ్చే. The beautiful Sankranti approaches with these signs. మానవుడు కృషి కల్పినటువంటి చేత ఆ కృషి ఫలమైనటువంటి యొక్క సర్వ ధాన్యములు, సర్వ సంపత్తి కూడాను ఈనాడు మన గృహముల్లో ప్రవేశిస్తుంటాయి. Because of his work in the fields, he gets the harvest and the grain. ఇలాంటి భౌతికమైనటువంటి సంపత్తికి ఈ సంక్రాంతి చాలా కళ్యాణకరమైనటువంటిది. Sankranti is most auspicious from this point of harvest. ఇంతే కాకుండా చల్లని గాలుల చేత, పవిత్రమైన వాతావరణం చేత ఏ విధమైనటువంటి పనులు కూడా లేకుండా విశ్రాంతిని అందించేటువంటిది ఈ సంక్రాంతి. Because of cold weather and sacred atmosphere around, we can have enough of rest. మానవునికి దేహ సంబంధమైన విశ్రాంతి కూడాను అత్యవసరము. Man needs physical rest. శారీర, మానసిక, ఆధ్యాత్మిక విశ్రాంతులు మానవునికి అత్యవసరమైనప్పుడే ఈ యొక్క విజయమైనటువంటి శాంతి మనకు ప్రారంభమవుతుంది. If we have got the rest at the physical level, mental and spiritual, then you will have the rest in the true sense. సంక్రాంతి సంక్రాంతి ఇది పవిత్రమైనటువంటి ఒక కాంతిని అందించేటువంటిది, శాంతిని అందించేటువంటిది, క్రాంతిని అందించేటువంటిది. Sankranti confers sacred light, sacred peace. మన అంతర్భూతమైన ఉన్నటువంటి ఒక ఆనందాన్ని మనకు ఆవిర్భవింపజేస్తుంది. It's only the inner latent bliss that expresses itself. మానసిక యొక్క వాతావరణాన్ని చాలా మార్పు తెప్పిస్తుంది. There will be a change in the outer environment. సున్నితమైన పవిత్రమైన భావాన్ని మన నుండి ఆవిర్భవింపజేస్తుంది. We develop the tender, soft, noble feelings. ബിന്ദു ഒരു ഭജന പാടിക്കോളെ. സായിരാം. സതീശ്വരാ സത്യ സായീശ്വരാ ദയാ കരോ സായി നാരായണ ദയാ കരോ സായി നാരായണ ശ്രീ സായി നാരായണ സായി ശ്രീ സായി നാരായണ ഭവസാഗരോ നാര്യ ഭുവനാവന ഭവസാഗരോ നാര്യ ഭുവനാവന
ശരണാഗതത്രാണ നാരായണ ശരണാഗതത്രാണ നാരായണ ദയാ കരോ സായി നാരായണ ദയാ കരോ സായി നാരായണ ശ്രീ സായി നാരായണ സായി ശ്രീ സായി നാരായണ പതീശ്വര സത്യ സായീശ്വര സായിരാം. ബിന്ദു, താങ്ക് യു സോ മച്ച്. എല്ലാം വളരെ നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സായി ഉപമ: മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കുവാനും ദുഃഖിക്കുമ്പോൾ ദുഃഖിക്കുവാനും ഉള്ള മനോനില പരിശീലിക്കുക. നിങ്ങളുടെ ഹൃദയം സഹതാപം കൊണ്ട് തരളമാകട്ടെ. പക്ഷേ ആനന്ദവും സങ്കടവും സേവനമായി പരിവർത്തനം ചെയ്യണം. അല്ലാതെ വികാരാധീനരായതുകൊണ്ട് ഒരു കാര്യവുമില്ല. എല്ലാവരും ധരിക്കുന്ന ബുഷ്കോട്ട് ധരിച്ചുകൊണ്ടല്ല സമത്വം എന്ന ആദർശം പ്രകടമാക്കേണ്ടത്. അത് വളരെ എളുപ്പമാണ്. അത് ബാഹ്യമായ സമത്വമാണ്. എങ്ങനെയാണ് എല്ലാവരും സമന്മാരായിരിക്കുന്നതെന്ന് ആലോചിക്കുക. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെ ഉള്ളിലും ഒരേ ഈശ്വര ചൈതന്യമാണ് കുടികൊള്ളുന്നത്. അതാണ് എല്ലാവരെയും സമന്മാരാക്കുന്നത്. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.